ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സിങ്ക്രണൈസേഷൻ. ഇപ്പം നമ്മൾ സിങ്ക്രണൈസേഷൻ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കിയായിരുന്നു. ടാസ്ക് സിങ്ക്രണൈസേഷൻ ഇഷ്യൂസ് നമുക്കുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും റേസ് കണ്ടീഷൻ, റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലം, പ്രയോറിറ്റി ഇൻവേർഷൻ, ഡൈനിങ് ഫിലോസഫേഴ്സ് പ്രോബ്ലം, അങ്ങനെ ഒരുപാട് ടാസ്ക് സിങ്ക്രണൈസേഷൻ ഇഷ്യൂസിനെ പറ്റി നമ്മൾ കേട്ടു. അപ്പോൾ ഇനി എന്താണ് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സിങ്ക്രണൈസേഷൻ എന്ന് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു മൾട്ടി ടാസ്കിങ് സിസ്റ്റമാണ്, അല്ലെങ്കിൽ മൾട്ടി പ്രോസസ്സുള്ള സിസ്റ്റമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം പ്രോസസ്സ് P1 P2 അങ്ങനെ ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ P1-ൽ നിന്ന് P2-ലേക്ക് ഒരു മെസ്സേജ് എനിക്ക് പാസ് ചെയ്യണം. അപ്പോൾ അത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കണം? ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് മെക്കാനിസംസ് ഉണ്ട്. മെയിൽ ബോക്സ്, മെസ്സേജ് ക്യൂ, പൈപ്സ് ആൻഡ് സോക്കറ്റ്സ്, അങ്ങനെ ഒരുപാട് മെക്കാനിസംസ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ മെക്കാനിസംസ് എന്തൊക്കെയാണെന്നാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സിങ്ക്രണൈസേഷൻ. അപ്പോൾ നമ്മൾ സിങ്ക്രണൈസേഷൻ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് കണ്ടു. അപ്പോൾ ഈ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മെക്കാനിസംസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് സെമാഫോർസ് എന്ന് പറയും, മ്യൂട്ടെക്സ് എന്ന് പറയും, സിഗ്നൽസ് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഇനി എന്താണെന്ന് നോക്കാം. അപ്പം ഇപ്പോൾ എനിക്ക് രണ്ട് പ്രോസസ്സുണ്ട്, P1 P2. അപ്പോൾ P1 ഒരു വേരിയബിളിൻ്റെ വാല്യൂ എക്സിക്യൂട്ട് ചെയ്ത്, സപ്പോസ് P1-നകത്ത് ഒരു സമ്മ് കണ്ടുപിടിച്ചിട്ട് ഈ സമ്മ് വെച്ചിട്ട് വേണം P2 എക്സിക്യൂട്ട് ചെയ്യാൻ. അപ്പം P1 ഈ സമ്മ് കണ്ടുപിടിച്ചു എന്നുള്ളത് P2-നെ അറിയിക്കാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ? അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ P1 P2 P3 ഇങ്ങനെ 3 പ്രോസസ്സുണ്ട്. അപ്പം P1 എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് P1-നെ ഇൻറ്ററപ്റ്റ് ചെയ്തിട്ട് P2-നെ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ കേസുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഇതൊക്കെയാണ് നമ്മൾ IPCയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ആദ്യത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ടു ഇൻറ്ററപ്റ്റ് പ്രസൻറ്റ് പ്രോസസ് ഫോർ ആൻ ഇൻറ്ററപ്റ്റ് സർവീസ് ബൈ അനദർ പ്രോസസ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ടു നോട്ടിഫൈ ഒക്കറൻസ് ഓഫ് ആൻ ഇവൻറ്റ് ടു അനദർ പ്രോസസ് വെയിറ്റിംഗ് ഫോർ ദി ഇവൻറ്റ്. അപ്പോൾ ഇത് നമ്മുടെ ATM-ൻ്റെ കേസ് എടുത്ത് നോക്കാം. അപ്പോൾ ATM-ൽ നമ്മൾ ചെല്ലുന്നുണ്ടെങ്കിൽ കാണുന്ന വെൽക്കം സ്ക്രീനാണ്. അപ്പോൾ ആ ഒരു ടാസ്ക് അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണോ ഞാൻ ATM അങ്ങോട്ട് പ്രസ് ചെയ്തിടുന്നത്, ഉടനെ എനിക്ക് നെക്സ്റ്റ് ഒരു സ്ക്രീനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഫസ്റ്റ് പ്രോസസ്സിൽ നിന്ന് സെക്കൻഡ് പ്രോസസ്സിലേക്ക് പോകുന്ന എപ്പോഴാണ് ആ കാർഡ് ഇൻസേർട്ടായി എന്നുള്ളത് അറിയുമ്പോഴാണ് പോകുന്നത്. അപ്പം ഫസ്റ്റ് പ്രോസസ്സ് ഏതോ ഒരു മെക്കാനിസം വഴിയാണ് സിസ്റ്റത്തിനെ അറിയിച്ചത് കാർഡ് ഇൻസേർട്ട് ആയെന്നുള്ളത്. അപ്പോൾ അത് ഈ കൂട്ടത്തിൽപ്പെടുത്താം നമുക്ക്. എന്താ, ടു നോട്ടിഫൈ ഒക്കറൻസ് ഓഫ് ആൻ ഇവൻറ്റ് ടു അനദർ പ്രോസസ് വെയിറ്റിംഗ് ഫോർ ദി ഇവൻറ്റ്. ഇല്ലെങ്കിൽ ടു സെറ്റ് ഓർ റീസെറ്റ് എ സിഗ്നൽ, ടോക്കൺ ഓർ ഫ്ലാഗ് ഓർ ജനറേറ്റ് മെസ്സേജ് ഫ്രം ദ സെർട്ടൻ സെറ്റ്സ് ഓഫ് കമ്പ്യൂട്ടേഷൻസ് ഫിനിഷിംഗ് ഓൺ വൺ ടാസ്ക്. ഇപ്പോൾ നമ്മൾ ATM-ൽ നിന്ന് ഇപ്പോൾ പൈസ എടുത്തു കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് ബാലൻസ് കാണിക്കണം. അപ്പോൾ എന്ത് പറ്റും, പൈസ എടുത്തു എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു മെസ്സേജ് പോകുന്നത് ആ ഒരു രീതിയിൽ. അപ്പോൾ അതിന് നമുക്ക് IPC വേണം. ഇല്ലെങ്കിൽ ടു ജനറേറ്റ് ഇൻഫർമേഷൻ അബൌട്ട് സെർട്ടൻ സെറ്റ്സ് ഓഫ് കമ്പ്യൂട്ടേഷൻസ് ഫിനിഷിംഗ് ഓൺ വൺ പ്രോസസ് ടു ലെറ്റ് ദി അതർ പ്രോസസ് വെയിറ്റ് ഫോർ ഫിനിഷിംഗ് ദോസ് കമ്പ്യൂട്ടേഷൻസ്. അപ്പോൾ അതും അതുപോലെ തന്നെയാണ്. P1 ഇപ്പോൾ ഒരു വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആ വാല്യൂ വെച്ചിട്ട് വേണം P2 എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ P1 അത് കണ്ടുപിടിച്ചു, പ്രോസസ്സ് കഴിഞ്ഞു എന്നുള്ളത് P2-നെ അറിയിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിനെല്ലാം നമ്മൾ IPCs യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സിങ്ക്രണൈസേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സിഗ്നൽസും സെമാഫോർസും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സിഗ്നൽസ് എന്നുള്ളത് ആദ്യം നോക്കാം. അപ്പോൾ ലിനക്സിലും യൂണിക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും കാണുന്ന ഒരു ഫങ്ഷൻ കോളാണ് ബേസിക്കലി ഈ പറയുന്ന സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സിഗ്നൽ ഓഫ് ഒരു പാരാന്തസിസിൽ കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു നമ്പർ ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, ഈ നമ്പർ കൊടുക്കുന്നതനുസരിച്ചിട്ട് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഫങ്ഷൻ കോളാണ് അവിടെ നടക്കുന്നത്. നമ്മളുടെ ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ വർക്ക് ചെയ്യുന്ന അതേ പ്രോസസ്സിൽ തന്നെയാണ് ഒരു സിഗ്നലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി സിഗ്നൽ ആർക്കൊക്കെ ഇഷ്യൂ ചെയ്യാമെന്നുള്ളതാണ്. ഒന്ന്, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് തന്നെ സ്വന്തമായിട്ട് സിഗ്നൽ ഇഷ്യൂ ചെയ്യാം. രണ്ടാമത്തേന്ന് പറയുന്നത് ഏതെങ്കിലും പ്രോസസ്സിനോ ടാസ്കിനോ ത്രെഡിനോ ഈ പറഞ്ഞ സിഗ്നൽ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ പ്രോസസ്സും ടാസ്കും ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കും, ആ ഒരു സിഗ്നൽ എന്നിട്ട് ആ നമ്പർ കൊടുക്കും. അപ്പോൾ ഇതുടനെ എന്ത് ചെയ്യും, OS-ലേക്ക് ഒരു ഇൻറ്ററപ്റ്റ് ആയിട്ട് ചെല്ലും. അപ്പോൾ OS ആ ഇൻറ്ററപ്റ്റ് കണ്ട് കാര്യം മനസ്സിലാക്കിയതിന് ശേഷം അതനുസരിച്ചിട്ടുള്ളൊരു ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ സിഗ്നലിനെ നമുക്കൊരു സോഫ്റ്റ്വെയർ ഇൻറ്ററപ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്നും വേണമെങ്കിൽ വിളിക്കാം. അപ്പം ഫ്ലോട്ടിംഗ് പോയിൻ്റ് എററിന് വേണ്ടിയിട്ടുള്ളൊരു സിഗ്നലാണ് സിഗ്നൽ ഓഫ് 8 എന്നും പറഞ്ഞ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ യൂണിക്സ് സിസ്റ്റത്തിൽ നമുക്ക് ടോട്ടലി 64 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിഗ്നൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ ഓരോ സിഗ്നലുമായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് നോക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ 3 ടേബിൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാ സിഗ്നലിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് മാസ്ക്ഡ് സിഗ്നലാണോ നോൺ മാസ്കബിൾ സിഗ്നലാണോ, അതുപോലെ സിഗ്നലിൻ്റെ വെക്റ്റർ അഡ്രസ് ലൊക്കേഷൻ എന്താണ്, സിഗ്നലിൻ്റെ ഫ്ലാഗ് എന്താണ്, ഫ്ലാഗ് സ്റ്റാറ്റസ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3 ടേബിളുണ്ട്. ഇപ്പോൾ ഫ്ലാഗ് സ്റ്റാറ്റസ് സിഗ്നലിന് നമ്മൾ വിളിക്കുന്ന ഇവിടെ ഡിനോട്ട് ചെയ്തേക്കുന്ന സിഗ്നലിൻ്റെ നമ്പർ N1, N2, N3, N4. അത് ഫ്ലാഗ് 1 ആണോ 0 ആണോ എന്നുള്ളതാണ്. 1 എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഏതോ ഒരു ടാസ്ക് ഈ സിഗ്നൽ എന്ന് പറയുന്ന കോളിനെ വിളിച്ചിട്ടുണ്ട്. ഇപ്പം N1ൻ്റെ നേരെ 1 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഏതോ ഒരു ടാസ്ക് ഈ സിഗ്നലിനെ കോൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ റൺ ചെയ്ത് തുടങ്ങിയിട്ടില്ല. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ ചെയ്ത് കഴിഞ്ഞു, അത് റണ്ണും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനിയുള്ള സിഗ്നൽ മാസ്ക്. അപ്പോൾ നമ്മൾ മാസ്കബിൾ ഇൻട്രപ്റ്റും നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻട്രപ്റ്റ് മാസ്കബിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്, ആ ഇൻട്രപ്റ്റിനെ നമുക്ക് വേണമെങ്കിൽ റൺ ചെയ്യിക്കാതിരിക്കാനായിട്ട് പറ്റും. അതിനൊരു മാസ്ക് വെച്ച് നമുക്ക് അതിനെ മറച്ചു വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇവിടുത്തെ കേസിൽ 1 ആണ്, N1ൻ്റെ അവിടെ 1 എന്ന് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം സിഗ്നൽ മാസ്ക് ചെയ്തിട്ടില്ല. അതായത് നമ്മൾ ആ സിഗ്നലിനെ വിളിച്ചു കഴിഞ്ഞാൽ അത് റൺ ചെയ്യും. ബട്ട് ഇഫ് ഇറ്റ് ഈസ് 0 ഇറ്റ് വിൽ നോട്ട് റൺ. അതുപോലെ നെക്സ്റ്റ് വരുന്നത് ഇൻട്രപ്റ്റ് വെക്റ്റർ അഡ്രസ്സാണ്. ഓരോ സിഗ്നലിനും ഇപ്പോൾ ഞാൻ സിഗ്നൽ ഓഫ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ എക്സാമ്പിളിൽ സിഗ്നൽ ഓഫ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് എറർ ആണെന്ന് ഞാൻ പറഞ്ഞു. അതായത് നിങ്ങളുടെ കാൽക്കുലേഷനിൽ എവിടെയെങ്കിലും ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് എറർ സംഭവിച്ചു കഴിഞ്ഞാൽ സിഗ്നൽ ഓഫ് 8നെ വിളിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു അഡ്രസ് ലൊക്കേഷനിലോട്ട് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ മാറിക്കിട്ടും. അപ്പോൾ ആ ഓരോ സിഗ്നലിനും ഓരോ അഡ്രസ് ലൊക്കേഷൻ കാണും, സ്റ്റാർട്ടിങ് അഡ്രസ് ലൊക്കേഷൻ. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു സിഗ്നലിൻ്റെ പ്രോപ്പർട്ടീസ് പറയുന്ന ഇത്രയും ടേബിൾ എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി ഈ ഒരു ഫിഗർ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഈ കോളത്തിലാണ് വരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരുപാട് ടാസ്കുകൾ കാണും. ഇതിലേതോ ഒരു ടാസ്കിനകത്ത് സിഗ്നൽ ഓഫ് N1 എന്നോ N2 എന്നോ വിളിച്ച്, അല്ലെങ്കിൽ സിഗ്നൽ ഓഫ് N1 എന്ന് വിളിച്ച് ഉടനെ നമ്മുടെ OS എന്ത് ചെയ്യും, OS ചെക്ക് ചെയ്യും അത് മാസ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സിഗ്നലാണോ നോക്കും. ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മാസ്ക് ചെയ്തിട്ടില്ല. ഈക്വൽ ടു 1 ആണോ നോക്കും, അതായത് സിഗ്നലിനെ വിളിച്ചിട്ടുണ്ടോ, വിളിച്ചു കഴിഞ്ഞു, ഇയാൾ വിളിച്ചു. ഓക്കെ, അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യണം. ഇപ്പോൾ സിഗ്നൽ ഓഫ് N1 ആണ് വിളിച്ചതെന്നുണ്ടെങ്കിൽ ഞാൻ N1ൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ പോകണം. അപ്പം N1ൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ വന്നു. അപ്പോൾ ഈ കണ്ടീഷൻ ഒന്നുകൂടെ നോക്കാം. സിഗ്നൽ ഓഫ് ഫ്ലാഗ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ ഫ്ലാഗിൻ്റെ ടേബിളിൽ പോയി നോക്കും 1 ആണോ എന്നുള്ളത്. ഇനി മാസ്ക് ഈക്വൽ ടു 1, മാസ്ക് ആണോ അല്ലയോ എന്നുള്ളത് മാസ്കിൻ്റെ ടേബിളിൽ പോയി ഈ ടേബിളിൽ നിന്ന് പോയി മാസ്ക് ആണോ അല്ലയോ എന്ന് നോക്കും. അപ്പോൾ ഇത് രണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ആ ലൊക്കേഷൻ്റെ അഡ്രസ് ലൊക്കേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ടേബിളിൽ പോയിട്ട് N1ൻ്റെ അഡ്രസ്സും കണ്ടുപിടിച്ചു. എന്നിട്ട് അതെന്ത് ചെയ്യും, നമ്മളെ സിഗ്നൽ ഹാൻഡ്ലറിന് കൊടുക്കും. സിഗ്നൽ ഹാൻഡ്ലർ ഈ പറയുന്ന അഡ്രസ്സ് കൊടുക്കും. എന്നിട്ട് അത് റൺ ചെയ്ത് തുടങ്ങിയെന്ന് ബാക്കിയുള്ളവരെ അയക്കാനായിട്ട് ഈക്വൽ ടു ഫ്ലാഗിന് 0 ആക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സിഗ്നൽ വർക്ക് ചെയ്യുന്നത്. നോർമലി എക്സെപ്ഷൻസ് വരുമ്പോൾ ആണ് നമ്മൾ ഈ സിഗ്നൽ എന്ന് പറയുന്ന ഫംഗ്ഷനെ യൂസ് ചെയ്യുന്നത്. ഇത് സീമോഫോറിനെക്കാട്ടിലും വളരെ ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നൊരു സംഭവമാണ് ഈ പറഞ്ഞ സിങ്ക്രണൈസിങ് മെക്കാനിസമായ സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.